ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാള സീസൺ 7 11 ആഴ്ചത്തെ വോട്ടിംഗ് നോക്കിയത് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 6 പേരാണ് നോമിനേഷൻ വന്നിരിക്കുന്നത്. 6 പേര് നോമിനേഷൻ വന്ന ഈ ആഴ്ച ബുധനാഴ്ച രാവിലത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ആരൊക്കെയാണ് വോട്ടിംഗ് വൻ കുതിപ്പ് നടത്തുന്നതെന്നും ആരൊക്കെയാണ് വോട്ടിംഗ് തകർച്ച നേരിട്ടിരിക്കുന്നതെന്നൊക്കെ വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലഭ്യ ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ട് ഹോട്ട്സ്റ്റാറിൽ രേഖപ്പെടുത്തുമ്പോൾ ആരാണ് മികച്ച ഗെയിമർ എന്ന് നോക്കി ചെയ്യുക. അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. എന്തൊക്കെയാണ് വോട്ടിങ്ങിൽ വൻ അട്ടിമറികൾ തന്നെയാണ് രാവിലെ കാണാൻ സാധിക്കുന്നത്. രാവിലെ 1ാം സ്ഥാനത്ത് ഷാനവാസിക്ക് എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വൻ വോട്ടിംഗ് കുതിപ്പ് തന്നെയാണ് ഷാനവാസിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 35,860 വോട്ടുകൾ സ്വന്തമാക്കാൻ ഷാനവാസിക്ക് ഇതിനോടൊപ്പം തന്നെ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഷാനവാസിക്ക് നെഗറ്റീവുകളെല്ലാം തന്നെ അതിജീവിച്ച് വീണ്ടും മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ 2ാം സ്ഥാനത്ത് നൂറേനെയാണ് കാണാൻ സാധിക്കുന്നത്. 34,184 വോട്ടുകൾ സ്വന്തമാക്കാൻ നൂറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നൂറയുടെ വോട്ട് ആതിര, അനുമോൾ തുടങ്ങിയവരുടേതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്യൂട്ട്നെസ് മാത്രമാണ് നൂറയ്ക്കാകെയുള്ളത്. എന്തൊക്കെയാണ് ടാസ്കുകളിൽ വൻ പരാജയമായിട്ട് മാറുന്ന നൂറ എങ്കിലും വോട്ടിംഗ് മുന്നിലാണ്. 3ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് അത് നമുക്ക് ആര്യനെ തന്നെയാണ്. ആര്യന് വോട്ടിംഗ് വൻ കുതിപ്പുമായിട്ട് മുന്നേറുന്ന കാഴ്ചയാണ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ആര്യന് വലിയ രീതിയിൽ പ്രേക്ഷക പിന്തുണയുണ്ട്. 30,297 വോട്ടുകൾ സ്വന്തമാക്കാൻ ആര്യന് സാധിച്ചപ്പോൾ 4ാം സ്ഥാനത്ത് ഞെട്ടിച്ചത് രാവിലെ നെവിൻ്റെ മുന്നേറ്റമാണ്. നെവിൻ കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം തന്നെ 6ാം സ്ഥാനത്ത് നിന്ന് നെവിൻ ഇതാ വൻ വോട്ടിംഗ് കുതിപ്പ് തന്നെ ഈ ഒരു മണിക്കൂർ നടത്തിയിരിക്കുകയാണ്. 26,466 വോട്ടുകൾ സ്വന്തമാക്കി 4ാം സ്ഥാനത്ത് എത്തിയപ്പോൾ 5ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് അക്ബറിക്കാനെയാണ്. അക്ബറിന് വോട്ടിംഗ് സേഫ് സോണിൽ നമ്മൾ ഇതുവരെ കണ്ടെങ്കിൽ ഇപ്പോൾ വോട്ടിങ്ങിന് മാറ്റങ്ങൾ സംഭവിച്ച് പിന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 25,152 വോട്ടുകൾ സ്വന്തമാക്കി 5ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 6ാം സ്ഥാനത്ത് ലക്ഷ്മിനെയാണ് കാണാൻ സാധിക്കുന്നത്. 23,315 വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ലക്ഷ്മി 6ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലാണ്. നിലവിലത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയുള്ള വോട്ടിംഗ് ആണ്, അതുകൊണ്ട് തന്നെ അട്ടിമറികൾ സംഭവിക്കും. നമുക്ക് ലഭ്യമാകുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ ലക്ഷ്മിനെയാണ് ഏറ്റവും പിറകിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ലക്ഷ്മി നെവിനും അക്ബറൊക്കെ മികച്ച ഗെയിമറാണ്. നൂറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരൊക്കെ ബിഗ് ബോസ് തുടരേണ്ട അത്യാവശ്യമാണ്. എങ്കിലും വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നൂറ മുന്നിലുമാണ്. എന്തൊക്കെയാണ് കാത്തിരിക്കാം 1 മണിക്കൂറിൽ വോട്ടിംഗ് മാറിമറിയുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആരാണ് മികച്ച ഗെയിമർ എന്ന് നോക്കി മാത്രം നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. 1 മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്നുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക.